ASCC മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അഖിൽ. സമാന്തര ശ്രേണി ബാക്കി കഴിഞ്ഞ ക്ലാസ്സൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്, കാണുക, പഠിക്കുക. ഓക്കെ, പഠിക്കുക. സമാന്തര ശ്രേണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ 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 ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളുടെ തുക എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകളെ കണ്ടെത്തണം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏതെങ്കിലും സംഖ്യകളല്ല, മൂന്നക്ക സംഖ്യകളെ കണ്ടെത്തണം. അപ്പോൾ മൂന്നക്ക സംഖ്യ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 100ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടെ ചെന്ന് അവസാനിക്കും? 999 അവസാനിക്കും. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത് 100 മുതൽ 999 വരെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര 3 ശിഷ്ടം വരുന്ന സംഖ്യകളുണ്ടെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 100നെ ഒന്ന് 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമ്മൾ 100നെ 7 കൊണ്ട് ഹരിക്കുകയാണ്. 1 7 3 0 4 7 28 2 ശിഷ്ടം. അതായത് 100നെ 7 കൊണ്ട് ഹരിക്കപ്പോൾ എനിക്ക് 2 ശിഷ്ടം കിട്ടും. 2 എനിക്ക് കിട്ടേണ്ട ശിഷ്ടം 2 ആണോ? അല്ല, 3 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും 101 എടുത്താൽ 3 ശിഷ്ടം കിട്ടുമെന്ന്. ഓക്കെ, അത് നമ്മുടെ യുക്തിയാണ്. ഈ സംഖ്യകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് മാർഗം സ്വീകരിച്ചും അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ 100നെ ഹരിച്ച് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ 101നെ ഹരിച്ച് നോക്കുക, 3 ശിഷ്ടം വരുന്നു. അങ്ങനെ അപ്പം വേറൊരു വഴി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം 100നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 2 ശിഷ്ടം കിട്ടി. അപ്പോൾ ആ 100-നകത്തുനിന്നേ ഈ ശിഷ്ടം എന്ന് പറഞ്ഞാൽ അധികം നിൽക്കുന്നതാണ്, അതെടുത്തങ്ങ് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 98. ഈ 98 എന്ന് പറയുന്നത് 7ൻ്റെ ഒരു ഗുണിതമായിരിക്കും. ഗുണിതം ശരിയല്ലേ? 98ൻ്റെ ഗുണിതമാണ് 7 എന്ന് പറയുന്നത്. അല്ല, 7ൻ്റെ ഗുണിതമാണ് 98 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7ൻ്റെ ഗുണിതമായ 98-നോടൊപ്പം ഇനി നമ്മൾ എന്ത് ആഡ് ചെയ്ത് വെച്ചാലും അതങ്ങ് ശിഷ്ടമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. 7 താഴെയുള്ള ഏത് സംഖ്യ ആഡ് ചെയ്താലും അത് ശിഷ്ടമാവും. അപ്പോൾ 98-നോടൊപ്പം നമുക്ക് വേണ്ടുന്ന ശിഷ്ടം എത്രയാണ്? 3 ആണ്. അപ്പോൾ ആ 3 അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, 98 + 3 101. അപ്പോൾ 101നെ 7 കൊണ്ട് ഹരിച്ചാൽ ഇനി 3 ശിഷ്ടം വരും. വേണേൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിക്കോ. 1 7 3 1 4 7 28 3 ശിഷ്ടം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഒന്നും നടന്നില്ലെങ്കിൽ. അല്ലെ നിങ്ങളുടെ യുക്തി ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പോൾ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് എത്ര? 101. ഓക്കെ, ആദ്യത്തെ സംഖ്യ 101. അപ്പോൾ 101 അധികം അല്ലെങ്കിൽ 101. ഇനി അടുത്തതാരാ? അടുത്തത് 101 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 7 കൊണ്ട് ഹരിക്കപ്പോൾ 3 ശിഷ്ടം വരുന്ന അടുത്ത സംഖ്യ. ഇനി ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എത്ര കൊണ്ടാണോ ഹരിച്ചേക്കുന്നത് അത് കൂട്ടി പോയാൽ മതി. 101-നോടൊപ്പം 7 കൂട്ട്, അടുത്തത് 108 ആയിരിക്കും. നിങ്ങൾ 108നെ 7 കൊണ്ട് ഹരിച്ച് നോക്കിക്കോ, 3 ശിഷ്ടം വരും. അല്ല തന്നെ 98 ഒരു 7ൻ്റെ ഗുണിതം, അടുത്ത 7ൻ്റെ ഗുണിതം 98 + 7 105. 105നെ ഇടയ്ക്കായി 3 കൂടി ഇരിക്കുമല്ലേ 108. അപ്പോൾ 3 ശിഷ്ടമല്ലേ. പിന്നെ അടുത്തതാര്? 108-നോടൊപ്പം 7 കൂട്ട്, 115. അങ്ങനെ പോയി അടുത്തത് 122. 15 7 22 അല്ലേ. അങ്ങനെ പോയി നിങ്ങൾക്കിനി ഒരു ജോലിയും കൂടെ ബാക്കിയുണ്ട്. 999 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 999നെ 7 കൊണ്ട് ഹരിച്ച് നോക്കിയിട്ട് അവസാനത്തെ സംഖ്യയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ 999നെ നമ്മൾ 7 കൊണ്ടൊന്ന് ഹരിക്കാൻ പോവുകയാണ്. 999നെ 7 കൊണ്ട് ഹരിക്കുന്നത് 1 7 2 9 4 7 28 1 9 2 7 14 5 ശിഷ്ടം. അപ്പോൾ 999നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 5 ശിഷ്ടം കിട്ടി. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്ക്, എനിക്ക് 999നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ 5 ശിഷ്ടം കിട്ടിയത്. എനിക്ക് വേണ്ടുന്നത് 3 ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കിടക്കുന്ന ശിഷ്ടം ഇവിടെ നിന്ന് എടുത്ത് കളയുക. അപ്പോൾ 999-ൽ നിന്ന് 5നെ എടുത്ത് കളഞ്ഞാൽ 994 എന്ന് കിട്ടും. ശരിയല്ലേ? 999-ൽ നിന്ന് 5 എടുത്ത് കളഞ്ഞാൽ 994. ഈ 994 7ൻ്റെ ഗുണിതമായിരിക്കും. ശിഷ്ടം പോയാൽ പിന്നെ ഗുണിതമാണ്. ഈ ശിഷ്ടം ഇവിടുന്ന് പോയാൽ പിന്നെ കിട്ടുന്ന സാധനം അതിൻ്റെ ഗുണിതമാണ്. അപ്പോൾ 994 7ൻ്റെ ഗുണിതമാണെങ്കിൽ ഇനി അതിനോടൊപ്പം നമുക്ക് വേണ്ടുന്ന ശിഷ്ടം കൂട്ടിയാൽ മതി. 994 + 3 997. ഓക്കെ, അപ്പോൾ അവസാനത്തെ സംഖ്യ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 997. അപ്പം 100 മുതൽ 999 വരെ 7 കൊണ്ട് ഹരിക്കപ്പം 3 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി. ഈ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതങ്ങ് വായിച്ച് കളയുകയാണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തോ അത് ഫോളോ ചെയ്യണം. അതായത് തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടല്ലോ, തുക കണ്ടുപിടിക്കാൻ SN, തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 × ആദ്യ പദം + അവസാന പദം.
ഈക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം ഇത്, AN എന്ന് പറഞ്ഞാൽ അവസാന പദം ഇത്. പക്ഷേ ഇനി നമുക്ക് N ഇവിടെ വേണം. അപ്പോൾ N സൈഡിൽ ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ N കണ്ടെത്താനുള്ള ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അവസാന പദം ആര്? 997 മൈനസ് ആദ്യ പദം ആര്? 101 ബൈ പൊതുവ്യത്യാസം. ഇത് എത്ര വെച്ചാൽ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതായിരിക്കും എപ്പോഴും പൊതുവ്യത്യാസമാവുന്നത്. 7 + 1. 997 101 പോട്ടെ. 7 1 പോയ 6, 9 0 പോയ 9, 9 1 പോയ 8. 896/7 + 1. ഇനി 896നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 8-നകത്ത് 7 ഒരു വട്ടം, പിന്നെ 1 19-നകത്ത് 2 വട്ടം, 14 5, 56-നകത്ത് 8 വട്ടം. 128 + 1 129. അപ്പോൾ Nൻ്റെ വില 129 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. N 129 അല്ലേ? 129 Nൻ്റെ വില 129. അപ്പം 129/2 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ആദ്യ പദം 101, AN അവസാന പദം 997. അപ്പം 129/2 ഇൻറ്റു 997 101 കൂടെ കൂട്ടണം. ഓക്കെ, 997 101 കൂട്ട്. 8 9 10 1098. ഈ രണ്ടും 1098 കൂടെ കട്ട് ചെയ്യണം. 10-നകത്ത് 2 5 വട്ടം ഇല്ലേ? 9-നകത്ത് 2 4 വട്ടം ഇല്ലേ? പിന്നെ 4 2 8, 18-നകത്ത് 9 49. അപ്പോൾ നമ്മുടെ ഫൈനൽ ഉത്തരം ഇങ്ങോട്ട് എഴുതുവാണ് 129 ഇൻറ്റു 549. ഇത് മൾട്ടിപ്ലൈ. അപ്പോൾ നമ്മുടെ ഉത്തരം മൾട്ടിപ്ലൈ ചെയ്താലോ? 129 549 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഫിനിഷ്, തീർന്ന്. 9 9 81. 8 9 2 18 8 26. 2 9 9 10 11. ഓക്കെ, 9 36 3. 4 2 8 9 10 11 1. 1 4 4 5. 9 5 45 4. 2 10 4 14 1. 5 5 1 6. 1 12 8 10 0 7. അപ്പോൾ ആൻസർ ഇത് ശരിയാണോ എന്നൊക്കെ നോക്കിക്കോണം കേട്ടോ. ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. തെറ്റിപ്പോയിട്ടല്ലായാലും ഉണ്ടായാലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് അതേ സംഭവിച്ച് കാണും. ചുമ്മാ പറയുവാണ്. സ്റ്റെപ്പെല്ലാം ഇതേ പോണക്ക്. അപ്പോൾ സംഖ്യകളെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് N കണ്ടുപിടിക്കുന്നു. N കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തുക കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തുക കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ? പോയാലും അടുത്ത് 100-നും 500-നും ഇടയിൽ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 100-നും 500-നും ഇടയിലാണ്. അപ്പോൾ ഇത് രണ്ടിനും ഇടയിലാണ്. ഇപ്പം 100-നെ നിങ്ങൾ 9 കൊണ്ട് ഹരിച്ചെന്ന് വെച്ചോ, ശിഷ്ടം ഒരു 5 കിട്ടുമെന്ന് വിചാരിച്ചോ. കിട്ടത്തില്ല വിചാരിച്ചോ. എന്നിരുന്നാൽ പോലും 100 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 100-നും 500-നും ഇടയിലാണെന്നാണ് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള സംഖ്യകളെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇല്ല. പകരം ഇവരെ രണ്ടുപേരെ ഒഴിച്ച് ബാക്കി അടക്കിക്കുന്ന സംഖ്യകളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് 101 തൊട്ടാണ്. 101 തൊട്ട് 499 വരെ നോക്കിയാൽ മതി. ഓക്കെ, 101 തൊട്ട് 499 വരെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ എണ്ണം നമുക്ക് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ആ സംഖ്യകളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുക കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത് ഓണക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ചെയ്യാൻ പോവുകയാണേ. അപ്പം എന്തായാലും ഇതിനും ഇടയിലുള്ള സംഖ്യകളെ കണ്ടെത്തിയാൽ മതി. ഞാനിപ്പോൾ ബോർഡെ പറയുന്നത് പോണക്ക് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് എന്താണോ എളുപ്പമായിട്ട് തോന്നുന്നത്, ഒരുപാട് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്തോ ആലോചിച്ചോ ബുദ്ധിപരമായിട്ടോ ഒക്കെ കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, കിട്ടുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഇവിടെ ഇല്ല. ഈ വഴി മഹത്തരമാണെന്ന് പറയുന്നതുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 101 ആദ്യ സംഖ്യ ആവുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 101-നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുകയാണ്. 9 9 1 11 9 9 2. 2 ശിഷ്ടം. 2 ശിഷ്ടം. നമുക്ക് വേണ്ടുന്ന ശിഷ്ടം 5ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 101-നകത്തുനിന്ന് ഈ 2 എടുത്ത് കളയുന്നു. അപ്പോൾ നമുക്ക് 99 കിട്ടും. 99 ഉറപ്പായിട്ട് 9-ൻ്റെ ഗുണിതമായി തീരും. ഇനി ആ ഗുണിതത്തിനോടൊപ്പം 9-ൽ താഴെയുള്ള ഏത് സംഖ്യ കൂട്ടിയാലും അത് ശിഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ യഥാർത്ഥം നമുക്ക് വേണ്ടുന്ന ശിഷ്ടം എത്ര? 5ആണ്. ശരിയല്ലേ? അപ്പോൾ 5 കൂട്ടിയാൽ മതി. 99 + 5 104. അപ്പോൾ ആദ്യത്തെ സംഖ്യ 104 ആയിരിക്കും.
ഓക്കെ, അതായത് 9 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന 100-ന് ശേഷം വരുന്ന ആദ്യത്തെ സംഖ്യ 104 ആയിരിക്കും. ഇനി അടുത്തതാരാ? 9 കൂട്ടിയാൽ മതി, 113. അടുത്തതാരാ? 122. ഇങ്ങനെ പോയി ഏറ്റവും അവസാനത്തെ സംഖ്യയും കൂടെ കണ്ടുപിടിക്കണം. അപ്പം 499 വരുമോ നമുക്ക് നോക്കാം. അപ്പം 499 നമുക്ക് 9 കൊണ്ട് ഹരിച്ച് നോക്കാം. 9×5 45, 4 9, 9×5 45, 4 ശിഷ്ടം 4. അപ്പോൾ വരത്തില്ല. ഓക്കെ, നമുക്ക് വേണ്ടുന്നത് എത്ര? 5 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഒന്ന് ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 499 9ൻ്റെ ഗുണിതമല്ല, കാര്യം 4 ശിഷ്ടം നിൽക്കുവാണ്. ആ 4 എടുത്ത് കളഞ്ഞ ആ ഗുണിതമല്ലേ. അപ്പം 499 നിന്ന് ഞാൻ 4-നെ എടുത്ത് കളയുന്നു. അപ്പോൾ നമുക്ക് 495 എന്ന് കിട്ടും. 495. ഈ 495 9ൻ്റെ ഗുണിതമാണ്. 9ൻ്റെ ഗുണിതമാണ്. ഇനി നമുക്ക് ഇതിനോടൊപ്പം വേണ്ടുന്ന ശിഷ്ടം ആഡ് ചെയ്യാം. 495-നോടൊപ്പം നമുക്ക് വേണ്ടുന്ന ശിഷ്ടം എത്ര ശിഷ്ടം വരുന്ന? 5. അപ്പോൾ 5 അങ്ങോട്ട് ആഡ് ചെയ്യപ്പം 500 എന്ന് കിട്ടും. അപ്പോൾ അവസാന സംഖ്യയായിട്ട് നമുക്ക് 500-നെ പരിഗണിക്കാൻ കഴിയത്തില്ല. മീൻസ് 500-നെ യഥാർത്ഥത്തിൽ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്നത്. പക്ഷേ അത് നമുക്ക് പരിഗണിക്കാൻ കഴിയത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മുതൽ ഇതുവരെയുള്ള സംഖ്യകളെ ഇവിടെ വരാൻ പാടുള്ളൂ. ഇത് കഴിഞ്ഞു പോയാൽ പറ്റത്തില്ല. അതായത് 500 പറ്റത്തില്ല. 500-ന് ഇടയിലായതുകൊണ്ട് 500 പറ്റത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം 9 കൂടിയാണ് ഇത് നിൽക്കുന്നത്, ഇതിനോടൊപ്പം 9 കൂടിയാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സംഖ്യയോടൊപ്പം 9 കൂടിയതായിരിക്കത്തില്ല ഇത്. ഇതിൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്ന സംഖ്യയോടൊപ്പം 9 കൂടിയതായിരിക്കും ഇത്. അപ്പോൾ ഇതിൽ നിന്ന് 9 പറഞ്ഞാൽ ഇപ്പുറത്തുള്ള സാധനം കിട്ടത്തില്ലേ? അപ്പോൾ 500-ൽ നിന്ന് 9 കുറയ്ക്കും, അപ്പോൾ അവസാന സംഖ്യ കിട്ടത്തില്ലേ? അപ്പോൾ 500 നമുക്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ പിറകിലുള്ളതാണ് വേണ്ടുന്നെങ്കിൽ നിങ്ങൾ ആ 500-നകത്തുനിന്ന് 9 അങ്ങ് കുറച്ചാൽ മതി. 491 ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് സംഖ്യ. 491. 491-നെ 9 കൊണ്ട് ഹരിക്കും, അപ്പോൾ 5 ശിഷ്ടം കിട്ടും. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് n കണ്ടെത്താം. n കണ്ടെത്തിയാലല്ലേ തുക കണ്ടെത്താൻ പറ്റൂ. ഇനി നമുക്ക് n കണ്ടെത്താം. n എന്ന് പറഞ്ഞാൽ ഓർക്കുക, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അവസാന പദം എത്ര? 491 മൈനസ് ആദ്യ പദം എത്ര? 104 ബൈ പൊതുവ്യത്യാസം എത്ര? പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 9 + 1. ഇനി അടുത്തത് 491 നിന്ന് 104 പോട്ടെ. 7 4 11, 8 4 1 3. അപ്പം 387 ബൈ 9 + 1. ഇനി 387-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 387 ബൈ 9. 9 4 36, 2 7, 93 93 27 0. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 43 അല്ലേ? 43. ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 43 + 1. 43 + 1 എത്ര? 44. ഓക്കെ, n കിട്ടി. നിങ്ങൾ ഓർക്കുക, എന്നെ കിട്ടിയോളൂ. ബാക്കി അങ്ങ് വായിക്കുവാണേ. എന്നെ കിട്ടിയോളൂ. ഇനി നമുക്ക് എന്തുകൂടെ വേണം? തുക വേണം. തുക കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് വരുന്നത്? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ n/2 കറണ്ട് പോയതാണ്, ഒന്നും പേടിക്കില്ല. അപ്പോൾ n എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. n എത്ര ആയിരുന്നു? 44. അപ്പോൾ n 44 44/2 ഇൻറ്റു a + an. a എന്ന് പറഞ്ഞാൽ 104 പ്ലസ് an 491. അപ്പോൾ 44/2 22 എന്ന് കിട്ടുന്നു ഇൻറ്റു 491 104 കൂട്ടുന്നു. 5 9 5. അപ്പം 595 എന്ന് കിട്ടുന്നു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നു. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ? എവിടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഇവിടെ ഇട്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പം 595-നെ 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് 2 10 ഇഷ്ടമൊന്ന്. 2 18 1 19 1. അത് 2 10 1 11. ഓക്കെ, 2 10 1 18 1 19 1. 2 10 1 11 0 9 10 3 1. അപ്പോൾ നമ്മുടെ ഫൈനൽ ഉത്തരം 13,090 എന്ന ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിളല്ലേ? എളുപ്പമല്ലേ?
8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന രണ്ടക്ക സംഖ്യകളുടെ തുക എത്ര? 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന രണ്ടക്ക സംഖ്യകളുടെ തുക. അപ്പോൾ രണ്ടക്ക സംഖ്യ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 10 നിന്ന് തുടങ്ങും. പോയി എവിടെ അവസാനിക്കും? 999 അവസാനിക്കും. ഇനി ഇതിനകത്ത് 8 കൊണ്ട് ഹരിക്കപ്പോൾ 1 ശിഷ്ടം വരുന്ന എത്ര സംഖ്യ ഉണ്ടെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ ആദ്യം 10നെ 8 കൊണ്ടൊന്ന് ഹരിക്കണം. അപ്പോൾ 8 2 ശിഷ്ടം വന്നേക്കുന്നത്, 2. ഓക്കെ, അപ്പോൾ 10നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 2 ശിഷ്ടം കിട്ടിയത്. നമുക്ക് എത്ര ശിഷ്ടം വേണ്ടിയിരുന്നത്? 1. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ഇവിടുന്ന് എടുത്ത് കളയണം. അപ്പോൾ 10ൽ നിന്ന് 2 എടുത്ത് കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 8. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ശിഷ്ടം ആഡ് ചെയ്യണം. നമുക്ക് വേണ്ടുന്ന ശിഷ്ടം എത്ര? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1. 8 + 1 9. പക്ഷേ 9 നമുക്ക് ആദ്യ സംഖ്യയായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടുന്ന ശിഷ്ടം 1 9 ആദ്യ സംഖ്യയായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? നമുക്ക് ഒന്നാമത് രണ്ടക്ക സംഖ്യ വേണ്ടത്. മീൻസ് 10 തൊട്ട് 99 വരെ മതി. 10 താഴെയുള്ളത് നമുക്ക് വേണ്ട. അപ്പോൾ 9, പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 9നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരും. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് 8 കൂട്ടി എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അത് കൂട്ടി പോയാൽ മതി. അപ്പോൾ അടുത്തത് ഏതാണെന്ന് നോക്കിയാൽ മതി. 9 + 8 17 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യ സംഖ്യ 17 വരും. അല്ലേ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ 10 കഴിഞ്ഞിട്ടുള്ള 8ൻ്റെ ഗുണിതമാരും 2 16. 16നോടൊപ്പം 1 കൂട്ടുക 17. അതായിരിക്കും 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ, 1 ശിഷ്ടം വരുന്ന രണ്ടക്ക സംഖ്യ ആദ്യത്തത്. അപ്പോൾ ഒരെണ്ണം 17 അടുത്തത്. 17 8 25. പിന്നെ 25 8 33. ഇങ്ങനെ പോയി ലാസ്റ്റ് നിങ്ങൾ 99നെ, അവസാന സംഖ്യ 99 ആണല്ലോ, അതിനെ 8 കൊണ്ട് ഹരിക്കുന്നത്. 8 1 9 2 8 16 3 ശിഷ്ടം വരുന്നു. 3. നിങ്ങൾക്ക് എത്ര ആവശ്യം? 1. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വന്നേക്കുന്ന ശിഷ്ടം ഇവിടെ നിന്ന് എടുത്ത് കളയുന്നു. 99ൽ നിന്ന് 3 എടുത്ത് കളയുന്നു. അപ്പോൾ 96. പിന്നെ നമുക്ക് വേണ്ടുന്ന ശിഷ്ടം 1 ആഡ് ചെയ്യുന്നു, 97. അപ്പോൾ ഇതായിരിക്കും അവസാന സംഖ്യ 97. ഇനി നമ്മൾ n കണ്ടെത്തുന്നു, തുക കണ്ടെത്തുന്നു. n കണ്ടെത്താനുള്ള ഇക്വേഷൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അവസാന പദം ആര്? 97 മൈനസ് ആദ്യ പദം ആര്? 17. പൊതുവ്യത്യാസം എത്ര? 8 അല്ലേ കൂടുന്നത്? +1. അപ്പോൾ 97ൽ നിന്ന് 17 പോയാൽ 80 ബൈ 8 + 1 10 + 1 11 n കിട്ടും. അപ്പോൾ n-ൻ്റെ വില 11. ഇനി അടുത്ത തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ എത്ര പദങ്ങളുടെ തുക നമുക്ക് ആവശ്യം? 11 എണ്ണം. അപ്പോൾ 11/2 ഇൻറ്റു ആദ്യ പദം 17. ഓക്കെ, ആദ്യ പദം 17, a എന്ന് പറഞ്ഞാൽ 17. പിന്നെ അവസാന പദം an എന്ന് പറഞ്ഞാൽ 97. അപ്പോൾ 11/2 ഇൻറ്റു 97 17 ആഡ് ചെയ്യണം. 7 14 1 9 1 10 1 11 114. 2 114 കട്ട് ചെയ്യുന്നത്. 100ൻ്റെ പകുതി 50, 14ൻ്റെ പകുതി 7 57. അപ്പോൾ 57 ഇൻറ്റു 11. ഓക്കെ, 57 ഇൻറ്റു 11 1 7 1 5 1 7 1 5 7 12 6. ശരിയല്ലേ? 627 ഉത്തരം. ഓക്കെ.